പോളിയർ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, നാനോ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹോളിക്കട കയറുകയാണ്. സൂര്യപ്രകാശം അടിക്കാൻ തുടങ്ങി കഴിയുമ്പം ഇവർ ആഹാരം മേളിൽ പാകം ചെയ്യാൻ തുടങ്ങും. അപ്പം ഇവർ ഈ ഡ്യൂട്ടി ഇത് അടച്ചുകൊണ്ട് ഇങ്ങോട്ട് പോകും. ഒരു കിലോഗ്രാമിന് 150 രൂപ, 60 രൂപ, 70 രൂപ മുടക്കമുള്ളൂ. ഇത് ഈ സാധനത്തിനാണ് നമ്മൾ 2000 രൂപ കൊടുത്ത് NPK ചോട്ടിയിടാൻ വേണ്ടി വാങ്ങിക്കുന്നത്. ഇതെന്താ ഈ കയ്യിലിരിക്കുന്നത്? ഇതൊരു ശകലം വളപ്രയോഗം നടത്താൻ വേണ്ടിയാ. ഈ തെങ്ങിനൊക്കെയാ? തെങ്ങിനും കാപ്പിക്കും എല്ലാത്തിനും നല്ലതാണ്. എല്ലാത്തിനും നല്ല. ഇപ്പൊ ഞാൻ തെങ്ങിനാ കൊടുക്കുന്നത്. ഇതെന്ത് വളം? ഇത് വളം എന്ന് പറയാൻ ആധുനിക സാങ്കേതിക വിദ്യയിലുള്ളതാണ് പോളിയാർ വളങ്ങൾ. അത് എന്തിനു വേണ്ടിയാ? 4 ടൈപ്പ് വളമുള്ളത്. ഒന്ന് ജൈവവളം, അങ്ങനെയുള്ള ടൈപ്പുകൾ. പിന്നെ അടുത്തത് പിന്നെ നമ്മുടെ രാസവളം എന്ന് പറഞ്ഞാൽ NPK വളങ്ങൾ. പിന്നെ ഇത് പോളിയാർ വളങ്ങൾ. പിന്നെ നാനോ വളങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ പോളിയാർ വളം എന്താ? ഇതിപ്പം പോളിയാർ വളം എന്ന് വെച്ചാൽ ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. തരിയാണല്ലേ? ചെറിയ തരിയ പൗഡർ. ചെറിയ തണുപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഉപ്പ് പോലെ ഇരിക്കുന്നത്? ഇല്ല, ഇത് പൗഡറാ. ഇത് പൗഡർ എന്നല്ല, ഇത് ചെറിയ ഉപ്പുപൊടിക്ക് ഒരു ചെറിയ ഉപ്പുപൊടി പോലെ തരിയാണ്. ഇതെങ്ങനെ ചോട്ടിയിടുവാണോ? അല്ല, ഇത് കണ്ടോ, ഇത് മണലത്തെ ഉപ്പുപൊടി പോലെ തന്നെ. ഉപ്പുപൊടി കളർ കൊടുത്തിരിക്കുന്നു. ഉപ്പുപൊടി കളർ കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇത് ചോട്ടിയിടുവല്ല? അല്ലല്ല, ഞാൻ പറഞ്ഞുതരാം. എന്താ ചെയ്യുന്നത്? ഇത് 19 അതായത് NPK, പൊട്ടാഷ്, യൂറിയ, ഫോസ്ഫറസ്, ഈ അളവിലുള്ള സാധനമാണ്. ഇത് ഒരു കിലോഗ്രാമിന് 150 രൂപ, 60 രൂപ, 70 രൂപ മുടക്കമുള്ളൂ. ഇത് ഈ സാധനത്തിനാണ് നമ്മൾ 2000 രൂപ കൊടുത്ത് NPK ചോട്ടിയിടാൻ വേണ്ടി വാങ്ങിക്കുന്നത്. ഇത് ഇലവളമാണല്ലേ? ഇത് ഇലവളമാണ്. 150 രൂപ മുടക്കേ ഈ ഒരു കിലോയ്ക്ക് ഉള്ളൂ. അത്രേ ഉള്ളൂ. ഒരു കപ്പത്തോട്ടം, 1 ഏക്കർ സ്ഥലം കപ്പത്തോട്ടം അടിക്കാനാണെങ്കിൽ ഈ 150 രൂപയ്ക്ക് ആ ഒരു തോട്ടം മുഴുവൻ അടിച്ചിട്ട് പോകാം. അപ്പൊ ഇത് ഇലയിലേക്ക് അടിക്കുക, സ്പ്രേ ചെയ്യാം. എങ്ങനെയാ കൂട്ടുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരാം. എല്ലാം കാണിച്ചു തരാം, വിശദമായിട്ട് പറഞ്ഞുതരാം. ഇത് 2 ടൈപ്പ് പമ്പുണ്ട്. ഇത് 15 ലിറ്ററിന്റെ മാൻ പവറിൽ ചെയ്യുന്ന സാധാ ഇതൊക്കെ ഇത് മതി. ഇത്ര പൊക്കമല്ലേ ഉള്ളൂ. അതേസമയം എൻ്റെ കയ്യിൽ ഇലക്ട്രോണിക് പമ്പുണ്ട്. അതൊരു 10-15 മീറ്റർ പിടിക്കുന്ന ഹൈറ്റിൽ പിടിക്കും. അതൊരു ലെങ്ത് കൊടുക്കണം. അതിന്റെ ആവശ്യം ഇപ്പൊ നിലവിലില്ല. എന്തിന്റെ അളവെന്ന് പറയാം? ഇതിന്റെ കൂട്ടുന്ന അളവെന്ന് പറയാന് ഇത് ഒരുപാട് 100,000 കൂട്ടം സംഭവമുള്ളതാണ്. ഞാൻ പ്രാക്ടിക്കലാണ് ഉപയോഗിക്കുന്നത്. 100 ഗ്രാം. അതിന് ഞാൻ ഈ ബോൺബെറ്റയുടെ പച്ച മലയാളത്തിൽ പറയാമെങ്കിൽ ബോൺബെറ്റ ഹോർലിക്സിന്റെ അടപ്പുണ്ടല്ലോ, ഈ അടപ്പിന് ഒരടപ്പ് സാധനം നല്ല ടൈറ്റായിട്ട് എടുക്കും. ഇതിപ്പോൾ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് ചെറിയ നനവ് ഇതിനകത്തുള്ളത് കൊണ്ട് ഇത് നല്ലോണം എടുക്കും. അതാണ് എൻ്റെ ഒരു അളവ്. പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം പറയും. ഇത് ഓർത്തിരിക്കാൻ നടക്കുന്ന കാര്യമല്ല. ഇതൊരു 15 ലിറ്ററിൻ്റെ വെള്ളമാണിത്. ഈ 15 ലിറ്ററിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കിട്ടും. വെള്ളം ഓൾറെഡി ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഓൾറെഡി ഇട്ടു. ഇത് അലിക്കണ്ടേ? ഇത് അലുത്തോളും. ഇളക്കി ഒന്ന് കൊടുത്താൽ മതി അല്ലേ? അല്ലെങ്കിൽ ഇത് ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചാലും മതി. വെള്ളം ഒഴിച്ച് സംഭവം ഡൈലൂട്ടായി. എങ്ങനെ ഡൈലൂട്ട് ചെയ്തെടുക്കുക? ഇത് 15 ലിറ്ററിന്റെ സംഭവമാണ്. ഈ സംഭവം എടുത്ത് നമ്മള് അറിയാമല്ലോ, അതെ, തോളത്തേക്ക് വെച്ച് നമ്മള് സ്പ്രേ ചെയ്താൽ മതി. സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതായത് 100 ഗ്രാം പോളിയാർ വളം 15 ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിക്കാം. 100 ഗ്രാം പോളിയാർ വളം 15 ലിറ്റർ ഉപയോഗിക്കാം. 100, 125, 150 എന്നുള്ളതിന് പോലെ മാറിപ്പോയെങ്കിലോ എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെ ഒരു തിയറി ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇതെല്ലാം ടോമിന്റെ പരീക്ഷണ നിരീക്ഷണത്തോടെയുള്ള നമ്മൾ അതാ പറ്റുള്ളൂ. പ്രായോഗികമായിട്ടുള്ള കാര്യം കൃഷിക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഒരു അടപ്പ് സാധനം എടുക്കുക. ഔദ്യോഗികമായിട്ട് കൃഷി വകുപ്പുകാർക്ക് അത് പറയാൻ പറ്റിയില്ല. നമ്മളെ സംബന്ധിച്ച് പ്രായോഗിക ഇപ്പൊ അവരൊന്നും ഓർത്തിരിക്കുകയില്ല. അവർക്ക് പഠിപ്പിച്ചത് പറയാൻ പറ്റത്തുള്ളൂ. അല്ല, കൃഷി ഓഫീസിൽ ഔദ്യോഗികമായിട്ടുള്ള കാര്യം പറയാൻ പറ്റത്തുള്ളൂ. നമ്മളെ സംബന്ധിച്ചും കുറച്ചുകൂടെ നമ്മൾ ചെയ്ത കാര്യം. ഞാനെപ്പോഴും കൃഷിയിൽ പ്രായോഗികതയാണ് നമ്മൾ നോക്കണ്ടേ. ഇത് വല്ല വിഷാംശം ഉണ്ടോ ഇതിനകത്ത്? ഒരു വിഷാംശം ഇല്ല. ഈ വളം ഇലയെ കൊടുത്തു കഴിയുമ്പോൾ അതെങ്ങനെയാ പ്രവർത്തിക്കുന്നത്? അതാണ് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് അത്. കാരണം രാവിലെ ഒരു 5:30-6 ആകുമ്പം തൊട്ട് സൂര്യൻ്റെ ലൈറ്റ് വരുന്നതിന് മുമ്പായിട്ട് അടിച്ചിരിക്കണം. പ്രകാശം വെയിലെന്ന് പറഞ്ഞാൽ സംഭവം വരുന്നതിന് മുമ്പാണ്. വെയിൽ വരുന്നതിന് മുമ്പാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏകദേശം ഒരു 10 മണി ടൈം വരെ കൂട്ടിക്കും. അത് കൂടുതൽ കഴിഞ്ഞടിക്കുക. പിന്നെ ഹീറ്റ് പിടിക്കില്ല. ഇതിൻ്റെ അടിയിൽ
ഈ ഇലയുടെ അടിയിൽ നാനോ സുഷിരങ്ങളുണ്ട്. ഈ സുഷിരങ്ങൾ ഈ സമയത്ത് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഇത് പോളിയർ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, നാനോ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹോളിക്കട കയറുകയാണ്. സൂര്യപ്രകാശം അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം ഇവർ ആഹാരം മേളിൽ പാകം ചെയ്യാൻ തുടങ്ങും. അപ്പം ഇവർ ഈ ഡ്യൂട്ടി ഇത് അടച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരും. വൈകുന്നേരം ഇതുപോലെ തന്നെ സംഭവിക്കും. 5 തൊട്ട് 7 മണി വരെ. അപ്പം ഇതിന്റെ പൂർണ്ണ ലഭ്യത തത്വം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് പ്രാക്ടിക്കലായിട്ടൊരു 6 മണി, രാവിലെ 6 തൊട്ട് 10 വരെയും വൈകുന്നേരം ഒരു 5 തൊട്ട് 7 വരെയുള്ള ടൈമിൽ അടിക്കുക എന്നുള്ള സമയമാണ്. അത് കഴിഞ്ഞാൽ രാത്രി ഇവർ ഉറങ്ങാൻ പോകും. പകൽ ഇവർ ആഹാരം, മനുഷ്യൻ എന്ത് പ്രവർത്തിക്കുന്നോ അതുപോലെ തന്നെ ഡ്യൂട്ടിക്ക് പോകും. അതിനുള്ള ആഹാരം ഇവർ നമ്മൾ കൊടുക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നാനോ ചെറിയ ഹോൾസ് ഉണ്ട്. ആ ഹോൾസ് ഇവരെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ പോളിയർ വളങ്ങൾ സാധാരണ എവിടെ കിട്ടും? സാധാരണ എല്ലാ വളക്കടകളിലും ഉണ്ട്. കിട്ടും അല്ലേ? സാധാരണ ഒരുമാതിരിപ്പെട്ട എല്ലാ വളക്കടകളിലും ഉണ്ട്. വളക്കടക്കാരൊന്നും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? അല്ല, കാരണം അത് ഞാൻ വേറെ ഫീൽഡാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ജനം ഇതേപ്പറ്റി ബോധവാന്മാരല്ല. എനിക്ക് പറയാനുള്ള ഇത്ര ഉള്ളൂ. 2000 റുപ്യ മുടക്കി ഒരു ചാക്ക് പൊട്ടാഷ് മേടിച്ച് ഇടുമ്പം 150 രൂപയ്ക്ക് സാധനം കിട്ടും, ചെയ്യാൻ പറ്റും. അത് ഒരാൾക്ക് പൊട്ടാഷ് കൊണ്ട് എവിടെയെല്ലാം എന്തേരം ഉപയോഗിക്കാൻ പറ്റുമോ അതിനേക്കാളും അളവിൽ 150 രൂപയ്ക്ക് പറ്റും എന്നുള്ളതാണ്. ഈ പോളിയർ വളങ്ങൾ തന്നെ എത്ര ടൈപ്പ് ഉണ്ട്? നമുക്ക് ഈ സാധാരണ വളങ്ങൾ അറിയാലോ. പോളിയർ വളങ്ങൾ പ്രധാനമായിട്ടുള്ളത് 19 ഈ സംഭവം മറ്റേ രാസവളം പോലെ തന്നെയാ. NPK അല്ലേ? NPK അത് തന്നെ. പൊട്ടാഷ്, യൂറിയ ഒരു കണ്ടന്റാണ് ഇപ്പൊ അടിച്ചു കൊടുത്തിരിക്കുന്നത്. അതായത് NPK വളങ്ങളുടെ ആവശ്യകത എന്തുകൊണ്ട്? ഫലപുഷ്ടം, അത് ഫലമുണ്ടാകുന്ന സാധനത്തിന്, റബ്ബറിന് യൂറിയാണ് വേണ്ടത്. ഈ ബലം ഉണ്ടാകുന്ന ഏത് കൃഷിക്കും ബലം ഉണ്ടാകുന്ന, അതായത് കാബലം ഉണ്ടാകുന്നതിന് പൊട്ടാഷ് ആവശ്യമാണ്. ആദ്യകാലത്ത് ഫോസ്ഫറസ് ആവശ്യമാണ്. അപ്പോൾ അതിനെ വലിച്ചു കൊടുക്കാനുള്ള മെത്തേഡായിട്ട് ശക്തി കൊടുക്കുന്ന യൂറിയയ്ക്ക് അത് മാത്രമേ ഉള്ളൂ. ആ വലിച്ചു കൊടുക്കുക എന്നുള്ള ഈ ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. അതായത് ഫോസ്ഫറസ്, പൊട്ടാഷ്, പിന്നെ 3 ടൈപ്പ് പ്രൈമറി, സെക്കൻഡറി, ടേർഡറി എന്ന് പറഞ്ഞിട്ട് 3 ടൈപ്പ് വളങ്ങൾ വേറെയുണ്ട്. ഈ 19 അല്ലാണ്ട് വേറെ ഏതൊക്കെ ടൈപ്പാണ് ഉള്ളത്? പൊട്ടാഷ് ഉണ്ട്, SOP. പൊട്ടാഷ് തന്നെ കിട്ടും. 0.050 എന്നുള്ളത്. അപ്പൊ അത് മാത്രം മേടിച്ചടിച്ചാൽ മതി. പൊട്ടാഷ് തന്നെ ആവശ്യം വന്നാൽ പൊട്ടാഷ് തന്നെ കിട്ടും. കൊടുക്കുക. അനാവശ്യമായിട്ട് യൂറിയ, ഫോസ്ഫറസ് ആദ്യ കാലഘട്ടത്തിൽ വേണ്ടതല്ലേ. അതെ. ഈ കായ്ക്കുന്ന സമയത്ത് കൊടുക്കേണ്ടത്. ചെടി ആയി കഴിഞ്ഞാൽ നേരെ ലെവലിൽ ഇത് പോവാന്നുള്ള കേസ്. നേരെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കും. അതായത് ഇത് കൊടുക്കുന്ന ടൈം പ്രധാനമാണ്. രാവിലെ 6 മണി തൊട്ട് 10 സൂര്യപ്രകാശം നേരിട്ട് അടിക്കാത്ത, പിന്നെ ഫുൾ ടൈം അടിക്കാം. എപ്പോഴും ചേർന്നാൽ ആകാശം മേഘാവൃതമായിരിക്കുന്ന സമയത്ത് ആകാശം മാറി ഇവര് ആഹാരം പാകം ചെയ്യാൻ പോകുകയല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.